എന്തായാലോ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ ട്രങ്കോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് സർ. ഹലോ, ചെറുനെല്ലി പോലീസ് സ്റ്റേഷൻ. ലൈൻ കിട്ടി സർ. ഗുഡ് ഈവനിങ് സർ. അതെ സർ. ശരി സർ. 2 ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല സർ. ഇല്ല സർ, അത് ഞാൻ മാനേജ് ചെയ്തോളാം സർ. താങ്ക് യു സർ. തട്ടിയേക്കാനാ പറയുന്നത്. Come on. അവനെ വിളിക്കേ. രവീന്ദ്രൻ സാറേ, ഏമാൻ വിളിക്കുന്നു. ജീപ്പിക്കർ. വാടോ. ഇവനെ നിങ്ങൾക്കറിയാമല്ലോ, ജോസഫ്. നിരവധി ആൾക്കാരെ ഇവൻ കൊന്നിട്ടുണ്ട്. ഒത്തിരി പേരുടെ സ്വത്തും മുതൽ ഇവൻ കൊള്ളയടിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള കൂലിയായിട്ട് നമ്മൾ ഇവനെ ഇവിടെ വെച്ച് കൊല ചെയ്യാണ്. നിങ്ങളിൽ ആരത് ചെയ്യും? ഈ നല്ല കാര്യം ചെയ്യാൻ ചങ്കുറപ്പുള്ളവൻ കൈപൊക്കിക്കേ. Come on! എന്താടാ നായിന്റെ മോനെ, നിന്റെ കൈ പൊങ്ങത്തില്ലേ? അതോ നീ നക്സലാണോ? എന്നാ പിന്നെ നീ തന്നെ കൊന്നാ മതി.
വെക്കടാ വെടി അവനെ നെഞ്ചും കൂടി നോക്കി. വെക്കടാ വെടി. വേണ്ട സാർ, ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ കൊന്നില്ലെങ്കിലുണ്ടല്ലോ ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൂടി മരിച്ചു. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്ത് കളയും. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള. ഞാനാ എന്താണ് നായിന്റെ മോനെ, നിന്റെ തന്തയാണ് കത്ത് കിടക്കുന്നത്? ഇന്നലെ നടന്ന വിവരങ്ങൾ വല്ലതും പുറത്തറിഞ്ഞ നിന്നെ ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും. പറഞ്ഞേക്കാം. പറഞ്ഞ മനസ്സിലായോടാ? മനസ്സിലായോ? ഒന്ന് ഈ കഴിഞ്ഞ 35 വർഷം ഞാനിത് ആരോടും പറഞ്ഞില്ല. ഈ നെഞ്ചും കൂടിനകത്ത് അമർത്തി വെച്ചു. നിറയൊഴിക്കുന്ന നേരത്തെ സഖാവ് ജോസഫിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ ശ്രീ രവീന്ദ്രപിള്ളയ്ക്ക്? ഓർമ്മയുണ്ടോന്നോ? കൊച്ചെന്തോ ചോദ്യമായി ചോദിക്കുന്നത്. അന്നേരം അവിടെ നടന്നൊരു കാര്യവും മറക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്റെ ഈ 35 കൊല്ലം പാഴായത്. ആക്ച്വലി എങ്ങനെയാണ് സഖാവ് ജോസഫ് പ്രതികരിച്ചത്? എന്നെ മുഖമുയർത്തി നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ ഒരു മുദ്രാവാക്യം വിളിച്ചു. അന്നൊരു പക്ഷെ സാറ് സഖാവിനെതിരെ നിറയൊഴിച്ചില്ലായിരുന്നെങ്കിൽ അവർ താങ്കളെ കൊലപ്പെടുത്തുമായിരുന്നോ? പക്ഷെ ഇപ്പൊ തോന്നുന്നു അതായിരുന്നു നല്ലതെന്ന്. സഖാവ് ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചത് ഈ DIG പരശുരാമും SP ശശീന്ദ്രനും കൂടിയാണോ, അതോ ഉന്നതങ്ങളിൽ നിന്നാരെങ്കിലും? അന്ന് സഖാവിനെ അറസ്റ്റ് ചെയ്തതിന് 3-ാം ദിവസം സന്ധ്യക്ക് പരശുരാം സാറ് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രങ്ക് ബുക്ക് ചെയ്തു. ആരോടോ സംസാരിച്ചു. അവിടെ നിന്ന് ആർഡർ കിട്ടിയത് വെടിവെച്ച് കൊന്നു. ശവത്തിന്റെ കയ്യിലൊരു നാടൻ തോക്ക് പിടിപ്പിച്ചു. എന്നിട്ട് ഏറ്റുമുട്ടലിൽ ചത്തതാണെന്ന് പത്രക്കാരോട് പറഞ്ഞു. എവിടെയൊക്കെ സമരമുണ്ടോ അവിടെയൊക്കെ ത്യാഗമുണ്ട്. നമുക്ക് പോരായ്മകളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്നതിനെ നാം ഭയക്കുന്നില്ല. നാം ജനങ്ങളെ സേവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖ്യ മുദ്രാവാക്യം കാർഷിക വിപ്ലവം വിജയിപ്പിക്കുക എന്നതായിരിക്കും.